അങ്ങനെ നമ്മളെ ചൂണ്ടപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇര പിടിക്കണ്ടേ, മീനിന് തീറ്റ കൊടുക്കാനാണല്ലോ പതിവ്. കുറച്ചിര കിട്ടിയിട്ടുണ്ട്, എന്നാലും വിടുന്നില്ല. കുറച്ചും കൂടി ഇര പിടിക്കാം. ഇന്നധികം മീൻ കിട്ടുന്ന ഒന്നാണ്. മഴ പെയ്ത ദിവസമാണല്ലോ, വെള്ളമാണെങ്കിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒടുക്കത്തെ മഴയും മാരക തണുപ്പം. നമ്മൾ വിടുമോ? അങ്ങനെ ഇരേനെ ഇടാനുള്ള ഇല അങ്ങോട്ട് മുറിച്ചു. ഇതിനകത്താകുമ്പോൾ നല്ല തെന്നലായതുകൊണ്ട് ഇര ചാടിപ്പോവില്ല എന്നാണ് ഒരു ധാരണ. നല്ലോണം തണുക്കുന്നുണ്ടല്ലോ, ഇനിയൊന്നിപ്പോൾ എന്ത് ചെയ്യുക? ആ ചോദ്യം വന്ന് നിൽക്കുന്ന വണ്ടീൻ്റെ ഡിക്കിയിലാട്ടോ. എന്നാൽ പിന്നെ ഇനി ചെറുതടിച്ചിട്ടാവാം അടുത്ത പരിപാടി. ഓരോ ചെറിയ ചെറിയ പെഗിട്ടിക്കുമ്പോഴല്ലേ അടുത്തടുത്ത ഓരോരോ ഐഡിയ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ നല്ല ഓരോ പെഗടിച്ചു, നല്ല മഴവെള്ളത്തിൽ കൂട്ടി ഒരു പെഗടിച്ചു. ഇനി മുറുക്കിയിട്ടാകാം ചൂണ്ട കെട്ടൽ. ആശാൻ സമ്മതിച്ചില്ല. ആശാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചൂണ്ട കെട്ടുന്നുണ്ട്. കാരണം നമ്മളെ കൊണ്ട് നടപടിയാവില്ല എന്ന് ആശാനെ നന്നായിട്ടറിയാം. അങ്ങനെ അടക്കയൊക്കെ എടുത്ത് പൊളിച്ച് നാലും കൂട്ടി ഒരൊറ്റ മുറുക്ക്. അത് കണ്ട് ചൂണ്ട ഒരു കയറ്. വയറ്റിൽ കിടക്കുന്നവനാണോ അതോ മുറിക്കേൻ്റെ പവറാണോ എന്നറിയില്ല. ചൂണ്ട എറിഞ്ഞ് കുട്ടിക്കിയിട്ടുണ്ട് ഇല്ലീൻ്റെ മേലെ. അതൊക്കെ വലിച്ചെടുത്ത് വീണ്ടും ചൂണ്ടയിടാൻ തുടങ്ങി. മീൻ കിട്ടുന്ന ലക്ഷണമുണ്ടേ. കാരണം മീൻ മറിയുന്ന പോലെയൊക്കെ ഒരു തോന്നൽ. വയറ്റിലുള്ളവൻ ഇത്ര പവറാന്ന് തോന്നുന്നു. എന്നാലും മീൻ കിട്ടണമല്ലോ. എന്താ മീൻ കിട്ടുമോ എന്നായി ഞാൻ. ആശാനിലാണ് ഇനി ഒരു പ്രതീക്ഷ. കുറേ നേരമായി ഇരിക്കുന്നത്. മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം അവസാനം നമ്മൾ പരിശ്രമം ഉപേക്ഷിച്ച് നേരെ വിട്ട് വണ്ടീൻ്റെ അടുത്തേക്ക്. ഇതാ വന്ന് നിൽക്കുന്നത്. മീനിനെ വലയിട്ടപ്പം മീനിനെ കിട്ടുന്ന വിചാരിച്ചു, പക്ഷേ മുതല കുടുങ്ങിയ അവസ്ഥയാണ്. ഇതാണ് ഉഡായിപ്പ് യന്ത്രം. നമ്മൾ ചന്ദ്രേട്ടൻ തൊട്ട് വിളിക്കുക. നാട്ടിലങ്ങനെ അറിയപ്പെടുന്ന ഉഡായിപ്പ് യന്ത്രം എന്നാണ്. പുള്ളി അക്കരെ കർണാടക പോയിട്ട് അടിച്ച് മിന്നി വന്നേക്കുക. കർണാടക സാധനമൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കിളി പോവും. അങ്ങനെ പുള്ളിയും ഞങ്ങളും മീൻപിടുത്തത്തിൻ്റെ കാര്യം പറഞ്ഞു. പുള്ളിയുടെ ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു, എങ്ങനെ മീൻ പിടിക്കുന്നു, ഇപ്പോൾ ഒന്നും മീനില്ലടാ എന്നൊക്കെയുള്ള കണ്ടീഷനിലായി പുള്ളി. എവിടെ മീനുണ്ടെന്ന് ചോദിക്കുന്നത്. പുള്ളീൻ്റെ ഒരു ഫേമസ് ഡയലോഗുണ്ട്, ഐ ഡോണ്ട് കെയർ. എന്ത് പറഞ്ഞാലും പുള്ളി പറയും ഐ ഡോണ്ട് കെയർ. പുള്ളിക്ക് ആരും മൈൻഡാക്കാത്തൊരു വ്യക്തിത്വമാണ് ചന്ദ്രേട്ടൻ. അങ്ങനെ പുള്ളി ഓരോരോ കഥകൾ അങ്ങോട്ട് പറയുന്നു, ഞങ്ങൾ കഥകൾ ഇങ്ങോട്ട് പറയുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല. എന്നാലും ഓരോ സന്തോഷമല്ലേ. ഇനി എന്നാൽ പിന്നെ കണ്ട സ്ഥിതിക്കൊന്ന് മുറുക്കാമെന്നായി. എന്നാൽ പിന്നെ നാലും കൂട്ടിയൊന്ന് മുറുക്കിയിട്ടാകാം പിരിയുന്ന പരിപാടി. എന്തായാലും മീൻ കിട്ടിയില്ല. ഇന്ന് എടുത്ത എഫേർട്ടൊക്കെ വെറുതെയായി. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു രസമുള്ള ഏർപ്പാടല്ലേ. അങ്ങനെ അങ്ങോട്ട് മുറുക്ക് തുടങ്ങി. മുറുക്കുന്ന രംഗമാണ്. എങ്ങനെയുണ്ട്?